അടുത്ത നമ്മുടെ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി എണ്ണം കുറവാണ്. നമ്മൾ ഒരു ബാറ്ററി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ, ഏകദേശം 160 mAh ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ കടയുടെ മൊത്തം ലോഡ് എടുക്കുമ്പോൾ ഈ ബാറ്ററിയുടെ എണ്ണം ഒരെണ്ണം ഉള്ളത് കാരണം ഇതിൻ്റെ ബാറ്ററി വോൾട്ടേജ് കുറഞ്ഞ് 12.2 നിന്ന് കുറഞ്ഞ് 11.8 വരും. 11.8 വരുമ്പോൾ ഈ സംഭവം മൊത്തമായിട്ട് ഓഫായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് KCBയിലേക്കാവും, ഗ്രിഡിലേക്കാവും. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് ഉണ്ടാക്കണം. സർക്യൂട്ട് ഒരു ഓൺ ഓഫ് സർക്യൂട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. അതായത് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ഓൺ ഓഫ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു 12 ആകുമ്പോൾ 12 വോൾട്ട് ആകുമ്പോൾ ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞ് 12 ആകുമ്പോൾ നമ്മുടെ ഇടവഴിയിൽ, അതായത് കടയിലേക്ക് കയറി തന്നെ വഴിയിലേക്കുള്ള ആ വോൾട്ടേജ് കട്ട് ചെയ്ത് KCBയിലേക്ക് ആക്കണം. അപ്പോൾ കടയുടെ മുകളിൽ സോളാറും താഴെ KCB ആവും. എന്നാൽ വോൾട്ടേജ് കൂടി നട്ടുച്ച സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത്, നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട മൊത്തം സോളാറിലേക്ക് മാറണം. അതിനായിട്ട് നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ നെറ്റിൽ നിന്നൊരു സർക്യൂട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും ഈ ഇത് കോപ്പി ചെയ്യാം, ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇത് വോൾട്ടേജ് ഓൺ ഓഫ് സർക്യൂട്ടാണ്. സർക്യൂട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യണ റിലേ നല്ല ആംബിയർ റേറ്റിംഗ് ഉള്ളതായിരിക്കണം. ഇതൊരു 30 ആംബിയർ വരെ ലോഡ് ചെയ്യണ റിലേയാണ്. വേറൊന്നുമല്ല, കടയിലെ ലോഡ് കൺട്രോൾ ചെയ്യാനായിട്ട്, ബൈപ്പാസ് ചെയ്യാനായിട്ട് ഈ ലൈനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലേക്കൂടെയുള്ള ലൈനാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ല ലോഡ് കപ്പാസിറ്റി, കടയിൽ 5 amps ലോഡുള്ളൂ. എന്നാലും നമ്മൾ 30 ആംബിയറിൻ്റെ നല്ല സേഫ്റ്റിക്ക് വേണ്ടി ഈ റിലേയാണ് നമ്മൾ കൊടുക്കാൻ പോണത്.